ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ അവിയൽ ഉണ്ടാക്കാനാണ് പോണത്. അപ്പൊ നമ്മൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം. അവിയലുണ്ടാക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ 11 തരം പച്ചക്കറികളായിട്ട് എടുത്ത് വെക്കണം. മുരിങ്ങക്കായ, കുമ്പളങ്ങ, പടവലങ്ങ, കോവയ്ക്ക, കായ, കയ്പ്പയ്ക്ക, ചേന, ക്യാരറ്റ്, ബീൻസ്, പയർ, കൊത്താമര, വെള്ളരിക്ക. ഇതിൽ ഇനിയും കൂടുതൽ പച്ചക്കറികൾ ആഡ് ചെയ്യണം വെച്ചാൽ ആഡ് ചെയ്യാം കേട്ടോ. പച്ചക്കറികൾ കഴിക്കാൻ നല്ലതാണല്ലോ. കഷ്ണങ്ങളൊക്കെ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി അടച്ച് വെച്ചിട്ട് വേവിക്കുക. ആവശ്യത്തിന് കുറച്ച് ഒരു 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ് ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുക. ബീൻസിന് കൊത്താമരയ്ക്ക് അത്യാവശ്യം വേവുണ്ട്, അപ്പോൾ ഇതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മളെ മഞ്ഞൾപ്പൊടി കളർ ഇഷ്ടമുള്ളവർക്ക് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക. ഇല്ലാത്തവർക്ക് ഇത് വൈറ്റ് കളറിൽ വേണമെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരും ഉണ്ടാവും, അത് അങ്ങനെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കഷ്ണങ്ങളൊക്കെ നന്നായി അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, ജീരകം, കുരുമുളക്, പച്ചമുളക് നന്നായി ചതച്ചെടുത്താൽ മതി. നല്ല അരഞ്ഞു പോണ്ട, ചതച്ചെടുക്കുക കേട്ടോ. നല്ലോണം മിക്സി ജാറിലിട്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായി കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വേവൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ നല്ല വെന്ത് വരണം. ചിലർക്ക് നല്ല ചാറോട് കൂടിയിട്ട് കഴിക്കാനാട്ടോ ഇഷ്ടം. പക്ഷെ ഇവിടെ ഏട്ടനും പിള്ളേർക്കൊക്കെ അത്യാവശ്യം ഡ്രൈ ആയ വിധത്തിൽ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കണം. ചാറ് പോലെ നമുക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ടാക്കുന്നത്. കുറച്ച് നേരം കൂടി നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിച്ചു, അടച്ച് നന്നായി വെച്ച് വേവിച്ചു കേട്ടോ. കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള തൈര് നമ്മൾ ഒഴിച്ചു കൊടുത്തു. 1 കപ്പ് തൈരാട്ടോ എടുത്തിരിക്കുന്നത്. ഇത് തൈര് അധികം പുളിയില്ല, അതുകൊണ്ടാണ് 1 കപ്പ്. പുളിയുള്ള തൈരൊക്കെ ആണെച്ചാൽ ഒരു 1/2 കപ്പ് 3/4 കപ്പൊക്കെ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ചുള്ള തൈരും തേങ്ങയൊക്കെ എടുക്കാം. ചിലർക്ക് ചിലപ്പോൾ തേങ്ങ അധികം കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. ഇവിടെയൊക്കെ തേങ്ങയൊക്കെ അത്യാവശ്യം നന്നായി കഴിക്കും കേട്ടോ. തൈരൊക്കെ ഒഴിച്ച് നമ്മൾ നന്നായി മിക്സ് ചെയ്യട്ടോ. തൈരിൽ കിടന്നിട്ട് കുറച്ചൊരു 1-2 മിനിറ്റ് കിടന്ന് ഇങ്ങനെ സെറ്റാവണം. അപ്പോൾ അത് കുറച്ച് നേരം വെച്ച് നമ്മളത് വേവിച്ചെടുത്തു. അതിന് ശേഷം നമ്മുടെ അരപ്പ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അരപ്പൊക്കെ നമ്മൾ നന്നായി അരഞ്ഞു പോയിട്ടില്ല, ഒന്ന് ചതച്ചെടുക്കുക. ജീരകം, കുരുമുളകും പച്ചമുളകും ഒന്ന് അരയും വേണം. ഇത് നമ്മുടെ തേങ്ങ അധികം അരയാനും പാടില്ല, തേങ്ങ ഒന്ന് ചതച്ചാൽ മതി. ഇത് നമ്മുടെ തൈരും തേങ്ങയ്ക്ക് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം 2 നേരം മിക്സ് ആവണം കേട്ടോ. ആ പച്ചക്കറിക്ക് അതൊക്കെ നന്നായി പിടിക്കണം. നമുക്ക് തേങ്ങയും തൈരും എല്ലാം പച്ചക്കറിക്കൊക്കെ മിക്സ് ചെയ്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അവിയൽ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെ ഉണ്ടാക്കുകയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഉണ്ടാക്കി നോക്കാത്തവരാണെച്ചാൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെച്ചാൽ നമ്മളെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ.